എൻ്റെ ഭർത്താവിന് വന്ന വിധി ഇനി ലോകത്തിൽ ഒരച്ഛനമ്മയ്ക്ക് വരാൻ പാടില്ല. എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ഇനി ആരും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല. അത്ര വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ നിൽക്കണമെന്ന് 4 ദിവസം എൻ്റെ കുട്ടീൻ്റെ മുഖം ഞാൻ കണ്ടിട്ട്. ആ ഒരു കുട്ടിയാണ് എനിക്കുള്ളത്. ഒന്നും ഒരു പാവം കുട്ടിയാണ്. ഒരാളോട് ഒരു ചീത്ത തരത്തിൽ എൻ്റെ ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഈ പോകില്ലാന്നും എനിക്കറിയാം. എല്ലാവരും അവനെ അറിയണവരും എന്നെ അറിയണവരും. ഞാൻ തളിയമ്പലത്തിലെ മെമ്പറാണ്, വെടി മെമ്പറാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ മോന്. ഞാൻ അവിടെ പോയി അവനെ വിളിക്കാൻ വരിക. അവിടെയുള്ള ആൾക്കാർ ഇതപ്പോഴും പോയതും കൂടി തളിയമ്പലത്തിലെ ആൾക്കാർ അവരൊക്കെ ഷോക്കായി പോയി കേട്ടോ. എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമേ ഇല്ല. അമ്മനെ അച്ഛനെ എന്താ വിട്ട് എൻ്റെ മോനെ സഹിക്കാൻ പറ്റാതെ അതിനെ കൊണ്ട് പോയതാ. അല്ലാതെ അമ്മനെ അച്ഛനിട്ട് എൻ്റെ മോൻ പോവില്ല. എനിക്കറിയാം. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കസ്റ്റഡിയിലായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാ, അങ്ങനെ അവരല്ല പോലീസിൻ്റെ ഇതാണല്ലോ. ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസ് അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണല്ലോ നോക്കുക. അതിന് കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ ഒരു വക്കീലിനെ വെച്ചിരിക്കണം. അത് കെ പി രാജഗോപാലൻ വക്കീലാണ്. ഇന്നലെ വക്കാലത്ത് കൊടുത്തതാണ്. ഞങ്ങൾ സുപ്രീം കോടതി വക്കീലാണ്. കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ നീതി കിട്ടണം. ശിക്ഷ കിട്ടി അവർ കറക്റ്റ് ചെയ്യണം. ഇവർക്ക് ആകെപ്പാടുള്ളത് ഒരൊറ്റ മോനുണ്ടത്. ഇവർ രണ്ടാളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വരുമാനമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇവർക്ക് ഗവൺമെൻറ് ഭാഗത്തു നിന്നിപ്പം വന്നപ്പോൾ സാറ് പറഞ്ഞു എന്താ വേണ്ടി നമുക്ക് ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എല്ലാവരും ഓരോ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് ഇവരെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയാണ് നമ്മുടെ മനസ്സിനുള്ളിൽ. ഇപ്പോൾ എല്ലാവർക്കും ഒരൊറ്റക്കിട്ട് പോകാൻ ആർക്കും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കണം. ഇവിടെ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. വീട്ടിൽ നല്ല ജയിലിൽ പോലെ ശിക്ഷ അനുഭവിക്കാം. ഇവിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ ഒരു കുറ്റം അവർക്ക് വേറെ അച്ഛനമ്മയ്ക്കും വരാൻ പാടില്ല. എന്താ ഇത് എനിക്കിങ്ങനെ വാക്ക് കിട്ടുന്നില്ല അങ്ങനെ പറയാൻ വേണ്ടി. ഇത്ര പറഞ്ഞ് ഇതിങ്ങനെ കുട്ടികൾ പറഞ്ഞു ഇവരെന്നെ പറഞ്ഞു തരും എന്താ വേണ്ടതെന്നുള്ളത്.